everyone, welcome to Kibit SSC and RRB YouTube channel. So, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ദ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസും പെനിൻസുലാർ പ്ലാറ്റു, ഈ രണ്ട് പോർഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് സ്പ്രെഡ് ഓവർ ആൻ ഏരിയ ഓഫ് 7 lakh square kilometer. The northern plains are divided into 3 subdivisions. നമ്മുടെ ഹിമാലയൻ മൗണ്ടൻസ് കഴിഞ്ഞ് താഴ്ഭാഗമാണ് എന്തെന്ന് പറയുന്നത് ദ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഇതിനെ 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്, രണ്ടാമത് ഗംഗ പ്ലെയിൻസ്, മൂന്നാമത് ബ്രഹ്മപുത്ര പ്ലെയിൻസ്, ബ്രഹ്മപുത്ര വാലി. ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. The Ganga plains form the largest lowland drained by the Ganga and its tributaries. എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ദ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസിനെ നമ്മൾ എന്തായിട്ടാണ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒന്ന് പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്, രണ്ടാമത്തത് ഗംഗ പ്ലെയിൻസ്, മൂന്നാമത്തത് ബ്രഹ്മപുത്ര വാലി. നമുക്ക് ഓരോന്ന് പഠിക്കാം. പഞ്ചാബ് പ്ലെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോംഡ് ബൈ ദി ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഇൻഡസും അതിൻ്റെ ട്രിബ്യൂട്ടറീസും വഴിയാണ് എന്തുണ്ടായത് പഞ്ചാബ് പ്ലെയിൻസ് ഫോം ചെയ്തിട്ടുള്ളത്. ലാർജർ പാർട്ട് ഓഫ് ദിസ് പ്ലെയിൻ ലൈൻസ് ഇൻ പാകിസ്ഥാൻ. നമുക്കറിയാം പാകിസ്ഥാൻ്റെ നദിയാണ് ആരെന്ന് പറയുന്നത് ഇൻഡസ് നദി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡസ് കൂടുതൽ ഭാഗം എവിടെയാണ് പാകിസ്ഥാനിലേക്ക് ആയതുകൊണ്ട് തന്നെ ലാർജർ പാർട്ട് ഓഫ് ദിസ് പ്ലെയിൻ ലൈസ് ഇൻ പാകിസ്ഥാൻ. ആൻഡ് അടുത്ത പ്ലെയിൻസ് ഗംഗ പ്ലെയിൻസ് ആണ്. എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ ഗാഗർ ആൻഡ് ടീസ്റ്റ റിവർ. നോർത്ത് ഇന്ത്യ ഹരിയാന ഡൽഹി, നോർത്ത് ഇന്ത്യയിൽ ഹരിയാന, ഡൽഹി, UP, ബീഹാർ, ജാർഖണ്ഡിൻ്റെ ഒരു ഭാഗം ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഇവിടേക്കാണ് എന്തുള്ളത് ഗംഗ പ്ലെയിൻസ് ഉള്ളത്. അടുത്തതായിട്ട് ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഈസ്റ്റേൺ ഇന്ത്യ ആണ്. ഇന്ത്യയുടെ ഈസ്റ്റ് പാർട്ട് കിഴക്കൻ ഭാഗത്തേക്കാണ് എന്തുള്ളത് ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഉള്ളത്. പർട്ടിക്കുലർലി അസം, അത് നമുക്കറിയാമല്ലോ, ബ്രഹ്മപുത്ര കൂടുതലായിട്ടുള്ള അസാമിലാണ്. ഇതൊക്കെയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത് ദ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസിൻ്റെ ഏറ്റവും ടോപ്പിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യമാണത്. അടുത്തത് പെനിൻസുലാർ പ്ലാറ്റു ലൈസ് ബിറ്റ്വീൻ ദി നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ പ്ലെയിൻസ്. നോർത്തേൺ പ്ലെയിൻസിൻ്റെയും ഈസ്റ്റേൺ പ്ലെയിൻസിൻ്റെയാണ് ഇവിടെയുള്ളത് പെനിൻസുലാർ പ്ലാറ്റു ഉള്ളത്. ബൗണ്ടഡ് ബൈ ആരവല്ലി ഇൻ ദ നോർത്ത് വെസ്റ്റ്, വെസ്റ്റേൺ ഗട്ട് ഇൻ വെസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട് ഇൻ ദി ഈസ്റ്റ്. നമുക്കറിയാം നമ്മൾ പെനിൻസുലർ പ്ലാറ്റു ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ഒരു ക്രമരഹിതമായ ട്രയാങ്കിൾ ത്രികോണാകൃതിയിലാണ് എന്തുള്ളത് നമ്മുടെ പെനിൻസുലാർ പ്ലാറ്റു ഉള്ളത്. അപ്പോൾ ആരവല്ലി നോർത്ത് വെസ്റ്റിൽ ആരവല്ലിയും വെസ്റ്റേൺ ഗട്ടും ഈസ്റ്റേൺ ഗട്ടുമാണ്. വെസ്റ്റേൺ ഗട്ട് ഇൻ ദ വെസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ ഗട്ട് ഇൻ ദി ഈസ്റ്റ്. ലാർജസ്റ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് എന്തെന്ന് പറയുന്നത് പെനിൻസുലാർ പ്ലാറ്റു എന്ന് പറയുന്നത്. അതുപോലെ ഓൾഡസ്റ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ, ഏറ്റവും പഴയതും ഏതാണ് പെനിൻസുലാർ പ്ലാറ്റു തന്നെയാണ്. ഇനി അതിന് നമ്മൾ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ത്രികോണ ആകൃതിയിലാണ് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ പറഞ്ഞ മാൾവ പ്ലാറ്റു ഒന്ന് സെൻട്രൽ ഹൈലാൻഡും അടുത്തത് ഡെക്കാൻ പ്ലാറ്റു ആയിട്ടാണ് എന്തുള്ളത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് എന്ത് വഴിയാണ് സെപ്പറേറ്റ് ചെയ്തത് വിന്ധ്യ സാത്പുര റേഞ്ചസ് വഴിയാണ് ഈ സെൻട്രൽ ഹൈലാൻഡ് അഥവാ മാൾവ പ്ലാറ്റു ആയിട്ടും ഡെക്കാൻ പ്ലാറ്റു ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഓരോന്നിലും എന്തൊക്കെയുള്ളതെന്ന് പഠിക്കാം. ഇപ്പം നമ്മൾ പെനിൻസുലാർ പ്ലാറ്റു ആണല്ലേ പഠിച്ചത്. അതിൽ സെൻട്രൽ ഹൈലാൻഡിൽ എന്താണ് 2 മൗണ്ടെയിൻ റേഞ്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണത് ആരവല്ലിയും വിന്ധ്യയുമാണ് എന്തുള്ളത് സെൻട്രൽ ഹൈലാൻഡിലെ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന് പറയുന്നത്. അതുപോലെ പ്ലാറ്റു ആയിട്ട് മാൾവ പ്ലാറ്റു, ബൂന്ദേൽഖണ്ഡ്, ബാഘേൽഖണ്ഡ്, പിന്നെ ചോട്ടാ നാഗ്പൂർ, ഇങ്ങനെയുള്ള 4 പ്ലാറ്റു ആണ് എന്തിലുള്ളത് നമ്മുടെ സെൻട്രൽ ഹൈലാൻഡ്സിലുള്ളത്. അഥവാ മാൾവയാണ് നമുക്ക് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു മാൾവ, ബൂന്ദേൽഖണ്ഡ്, ബാഘേൽഖണ്ഡ്, ചോട്ടാ നാഗ്പൂർ എന്നിങ്ങനെ 4 ഭാഗമാണുള്ളത്. ഇനി നമ്മൾ അടുത്ത റീജിയൻ ഡെക്കാൻ റീജിയനിൽ നോക്കിക്കഴിഞ്ഞാൽ സാത്പുര, വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്. ഏതൊക്കെയാണ് സാത്പുര, വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട് തുടങ്ങിയ ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത് ഡെക്കാൻ റീജിയനിൽ പഠിക്കാനുള്ളത്.
അടുത്ത നമ്മൾ പ്ലാറ്റു. അവിടെ നമുക്ക് പഠിക്കാനുള്ള പ്ലാറ്റു ആണ് എന്തെന്ന് പറയുന്നത് ഡെക്കാൻ പ്ലാറ്റു എന്ന് പറയുന്നത്. അവിടെ നമുക്ക് പഠിക്കാനുള്ള പ്ലാറ്റു ആണ് ഡെക്കാൻ പ്ലാറ്റു. ഇതൊന്നുകൂടെ പറയാം. നമ്മൾ പെനിൻസുലാർ പ്ലാറ്റു ആണ് നമ്മൾ പഠിക്കുന്നത്. പെനിൻസുലാർ പ്ലാറ്റുവിനെ നമ്മൾ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മുകളിലത്തെ ഭാഗം അഥവാ സെൻട്രൽ ഹൈലാൻഡ്, പിന്നെ താഴെ ഉള്ള ഭാഗമാണ് എന്ന് പറയുന്നത് ഡെക്കാൻ റീജിയൻ എന്ന് പറയുന്നത്. അതിൽ മുകളിലത്തെ ഭാഗമായ സെൻട്രൽ ഹൈലാൻഡിലെ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ്? ആരവല്ലിയും വിന്ധ്യയുമാണ്. പ്ലാറ്റുവിലാണെങ്കിലോ മാൾവ, ബൂന്ദേൽഘട്ട്, ബാഗേൽഘട്ട്, ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂസ് ആണ് എന്തിലുള്ളത്? സെൻട്രൽ ഹൈലാൻഡിൽ ഉള്ളത്. ഇനി ഡെക്കാൻ റീജിയൻ നോക്കുകയാണെങ്കിൽ മൗണ്ടെയിൻസ് ഏതൊക്കെയാണ്? സാത്പുര, വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട് തുടങ്ങിയ മൗണ്ടെയിൻസും പ്ലാറ്റു ആയിട്ട് ഡെക്കാൻ പ്ലാറ്റു ആണ് ഉള്ളത്. പിന്നെ സെൻട്രൽ ഹൈലാൻഡ് ലൈസ് ടു ദി നോർത്ത് ഓഫ് നർമ്മദ റിവർ. നർമ്മദ ഫ്ലോ ചെയ്യുന്നതിന് നോർത്ത് പോർഷനിലായിട്ടാണ് ആരുള്ളത്? സെൻട്രൽ ഹൈലാൻഡ് ഉള്ളത്. അതുപോലെ തന്നെ വൈഡർ ഇൻ ദ വെസ്റ്റേൺ പോർഷനിൽ വൈഡർ ആയിട്ടും ഈസ്റ്റ് പോർഷനിലേക്ക് എന്താ ഒരു സ്ലോപ്പ് ആയിട്ടുമാണ് എന്തുള്ളത്? സെൻട്രൽ ഹൈലാൻഡ് ഉള്ളത്. അടുത്ത ഡെക്കാൻ പ്ലാറ്റു സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട് ആൻഡ് സാത്പുര റേഞ്ച്. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ്? വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട്, സത്പുര റേഞ്ച്, ഇതിൻ്റെ ഇടയിലാണ് എന്തുള്ളത്? ഡെക്കാൻ പ്ലാറ്റു ഉള്ളത്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് പെനിൻസുലാർ പ്ലാറ്റു. നമ്മൾ പറഞ്ഞ പെനിൻസുലാർ പ്ലാറ്റു അതിലുള്ള രണ്ട് പോർഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻട്രൽ ഹൈലാൻഡ് എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് ഡെക്കാൻ റീജിയൻ എന്ന് പറഞ്ഞു. അതിൽ ലാർജസ്റ്റ് പാർട്ട് ഏതാണ്? ഡെക്കാൻ ആണ്. അതുപോലെ തന്നെ ലാർജസ്റ്റ് ലാവ പ്ലാറ്റു ഇൻ ദി വേൾഡ്. ലാർജസ്റ്റ് ലാവ പ്ലാറ്റു ഇൻ ദി വേൾഡ് ഏതാണ്? ഡെക്കാൻ ആണ്. അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് ദ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസിനെ കുറിച്ചാണ്. ദ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് സ്പ്രെഡ് ഓവർ ആൻ ഏരിയ ഓഫ് 7 lakh സ്ക്വയർ കിലോമീറ്റർ ആണ്. ദ നോർത്തേൺ പ്ലേറ്റ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 സബ് ഡിവിഷൻ. 3 ആയിട്ടാണ് നമ്മൾ എന്തിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് ഏതൊക്കെയാണ്? ഒന്ന് പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ്, രണ്ടാമത്തത് ഗംഗ പ്ലെയിൻസ്, മൂന്നാമത്തത് ബ്രഹ്മപുത്ര വാലി. പിന്നെ അടുത്ത പോയിന്റ് ദ ഗംഗ പ്ലെയിൻസ് ഫോം ദി ലാർജസ്റ്റ് ലോലാൻഡ് ഡ്രെയിൻഡ് ബൈ ദി ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഈ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് ഫലകങ്ങൾ കൂട്ടിമുട്ടിയിട്ടാണ് എന്തുണ്ടായത്? നമ്മുടെ മൗണ്ടെയിൻ ഉണ്ടായത്, നമ്മുടെ ഹിമാലയം പർവ്വതം ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായപ്പോൾ താഴെ ഒരു എന്തുണ്ടാവും? വലിയ ഒരു ഗർത്തം ഉണ്ടാകുന്നു. ആ ഗർത്തം ഓരോ നദികളുടെ നിക്ഷേപണ ഫലമായിട്ട് ആ ഗർത്തങ്ങൾ മാറി മാറി വരികയാണെന്ന് പറഞ്ഞു. അതാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻ എന്ന് പറയുന്നത്. അത് എന്തായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത്? 3 പോർഷൻസ് ആണ് ഡിവൈഡ് ചെയ്ത്. ഒന്ന് പഞ്ചാബ് ആൻഡ് ഹരിയാന പ്ലെയിൻസ്, രണ്ടാമത്തത് ഗംഗ പ്ലെയിൻസ്, മൂന്നാമത്തത് ബ്രഹ്മപുത്ര വാലി. ദ ഗംഗ പ്ലെയിൻസ് ഫോം ദി ലാർജസ്റ്റ് ലോലാൻഡ് ഡ്രെയിൻഡ് ബൈ ദി ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗയും അതിൻ്റെ നദികളും പോഷണ നദികളും കാരണമാണ് എന്തുണ്ടായത്? ഗംഗ പ്ലെയിൻസ് ഉണ്ടായതെന്നാണ് പറയുന്നത്. നമ്മൾ ഓരോ പ്ലെയിൻസിനെ പറ്റിയാണ് പഠിച്ചത്. ഒന്ന് പഞ്ചാബ്, 2 ഗംഗ, മൂന്നാമത്തത് ബ്രഹ്മപുത്ര. പഞ്ചാബ് പ്ലെയിൻസ് എന്താണ്? ഫോംഡ് ബൈ ദി ഇൻഡസ് ആൻഡ് ഇറ്റ് ട്രിബ്യൂട്ടറീസ്. ഇൻഡസും അതിൻ്റെ നദികളും കാരണമായിട്ടാണ് ഉണ്ടായത് പഞ്ചാബ് പ്ലെയിൻസ് ഉണ്ടായത്. ലാർജർ പാർട്ട് ഓഫ് ദിസ് പ്ലെയിൻ ലൈസ് ഇൻ പാകിസ്ഥാൻ. ഇതിൻ്റെ ഒരു ഭൂരിഭാഗം എവിടെയാണുള്ളത്? പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഗംഗ പ്ലെയിൻസ് എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ ഗാഗർ ആൻഡ് ടീസ്റ്റ റിവർ. ഗാഗർ ടീസ്റ്റ റിവറിന് അത്ര ഇടയിലാണ് എന്തുള്ളത്? ഗംഗ പ്ലെയിൻസ് ഉള്ളത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ഹരിയാന, ഡൽഹി, UP, ബീഹാർ, പാട്ലി ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ, ഈ പോർഷനിലാണൊക്കെ എന്തുള്ളത്? ഗംഗ പ്ലെയിൻസ് ഉള്ളത്. ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഈസ്റ്റേൺ ഇന്ത്യയിലാണ് എന്തുള്ളത്? ബ്രഹ്മപുത്ര പ്ലെയിൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് പെർട്ടിക്കുലറി ആസാമിലാണ് ഉള്ളത്. അടുത്ത നമ്മൾ എന്ത് പഠിച്ചു? പെനിൻസുലാർ പ്ലാറ്റു പഠിച്ചു. പെനിൻസുലാർ പ്ലാറ്റു ലൈസ് ബിറ്റ്വീൻ നോർത്ത് ആൻഡ് ഈസ്റ്റേൺ പ്ലെയിൻസ്. നോർത്തേൺ പ്ലെയിൻസിനും ഈസ്റ്റേൺ പ്ലെയിൻസിനും ഇടയിലായിട്ടാണ് ഉള്ളത് പെനിൻസുലാർ പ്ലാറ്റു ഉള്ളത്. ബൗണ്ടഡ് ബൈ എന്തൊക്കെയായിട്ടാണ് ബൗണ്ടഡ് ചെയ്തത്? ആരവല്ലീസ് ഇൻ നോർത്ത് വെസ്റ്റ് പോർഷനിൽ ആരവല്ലി, വെസ്റ്റേൺ ഘട്ട് ഇൻ ദി വെസ്റ്റ് ആൻഡ് ഈസ്റ്റേൺ ഘട്ട് ഇൻ ദി ഈസ്റ്റ് പോർഷനിൽ ഈസ്റ്റേൺ ഘട്ടുമായിട്ടാണ് ഈസ്റ്റേൺ ഘട്ടായിട്ടാണ് എന്തുള്ളത്? പെനിൻസുലാർ പ്ലാറ്റു ബൗണ്ട് ചെയ്തിരിക്കുന്നത്. ലാർജസ്റ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭൂവിഭാഗമായിട്ടാണ് എന്ത് പറയുന്നത്? പെനിൻസുലാർ പ്ലാറ്റു ആണ്. അതുപോലെ തന്നെ ഓൾഡസ്റ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷനും എന്താണ്? പെനിൻസുലാർ പ്ലാറ്റു തന്നെയാണ്.
അടുത്തത് കമ്പോസ്ഡ് ഓഫ് 2 പാർട്സ്, രണ്ട് ഭാഗമായിട്ടാണ് എന്ത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ പെനിൻസുലർ പ്ലാറ്റൂനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് മാൾവ പ്ലാറ്റു ആണ്, രണ്ടാമത്തത് ഡെക്കാൻ പ്ലാറ്റു ആണ്. അതെന്ത് വഴിയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റഡ് ബൈ വിന്ധ്യ ആൻഡ് സാത്പുര റേഞ്ചസ്. ഇനി പെനിൻസുലർ പ്ലാറ്റുവിനെ നമ്മൾ എന്താക്കി രണ്ടായി ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു, സെൻട്രൽ ഹൈലാൻഡ്, ഡെക്കാൻ പ്ലാറ്റു എന്ന് പറഞ്ഞു. അതിലുള്ള സെൻട്രൽ ഹൈലാൻഡിലെ മെയിൻ ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ്, ആര്യവല്ലി, വിന്ധ്യയുമാണ്. പ്ലാറ്റ്യൂസ് മാൽവ, ബൂന്ദേൽഘട്ട്, ബാഗേൽഘട്ട് ആൻഡ് ചോട്ടാ നാഗ്പൂർ ആണ്. ഡെക്കാൻ റീജിയനെ ഏതൊക്കെ മൗണ്ടെയിൻസ് ആണുള്ളത്, സാത്പുര, വെസ്റ്റേൺ ഘട്ട് ആൻഡ് ഈസ്റ്റേൺ ഘട്ടാണ്. പ്ലാറ്റു ആയിട്ടുള്ളതോ ഡെക്കാൻ പ്ലാറ്റുവുമാണ്. സെൻട്രൽ ഹൈലാൻഡ് ലൈസ് ടു ദ നോർത്ത് ഓഫ് നർമ്മദ ഫ്ലോ ചെയ്യുന്നതിൻ്റെ നോർത്ത് പോർഷനിലായിട്ടാണ് ആരുള്ളത്, സെൻട്രൽ ഹൈലാൻഡ്. വൈഡ് റൈൻ വെസ്റ്റ് പോർഷനിൽ എന്താണ്, പടിഞ്ഞാറേ ഭാഗത്ത് വീതി കൂടിയതും കിഴക്കോട്ട് പോകുന്നതും സ്ലോപ്പായിട്ടുമാണ് എന്ത് വരുന്നത്, സെൻട്രൽ ഹൈലാൻഡ് വരുന്നത്. ഡെക്കാൻ പ്ലാറ്റു സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട് ആൻഡ് സത്പുര റേഞ്ച്. ഈ 3 റേഞ്ചിനും ഇടയിലായിട്ടാണ് എന്തെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, സിറ്റുവേറ്റഡ് ഇൻ വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടോ പൂർവഘട്ടോ, അതിനിടയിൽ ഈസ്റ്റേൺ ഘട്ട് ആൻഡ് സത്പുര റേഞ്ചസ്, ഇതിനിടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, ഡെക്കാൻ പ്ലാറ്റു ഉള്ളത്. ലാർജസ്റ്റ് പാർട്ട് ഓഫ് പെനിൻസുലർ പ്ലാറ്റു, നമ്മൾ പറഞ്ഞ പെനിൻസുലർ പ്ലാറ്റുവിൽ എന്താണ് ഏറ്റവും വലിയ പോർഷനാണ് എന്തെന്ന് പറയുന്നത്, ഡെക്കാൻ പ്ലാറ്റു എന്ന് പറയുന്നത്. ലാർജസ്റ്റ് ലാവ പ്ലാറ്റു ഇൻ ദി വേൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഡെക്കാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ. സോ നമ്മൾ കുറച്ച് പാർട്സ് ആയിട്ടാണ് ഈ ഭാഗങ്ങൾ എടുക്കുന്നത്. അടുത്ത പോർഷനിൽ നമുക്ക് വിന്ധ്യ സാത്പുര റേഞ്ചസിനെ കുറിച്ച്, വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഘട്ട് തുടങ്ങിയ ഭാഗങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിനടുത്ത ക്ലാസ്സിൽ നമുക്ക് കോസ്റ്റൽ പ്ലെയിൻസും ഐലൻഡ്സിനെ കുറിച്ചും പഠിക്കാം. അതോടെയാണ് നമ്മൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.